നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ആണ്. ഓക്കെ, അപ്പം അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് ടെക്നിക്കാണ്. നമുക്ക് സാമ്പിളിന്റെ സർഫസിലുള്ള ടോപ്പോഗ്രഫി ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. ഓക്കെ, ഒരു നാനോ സ്കെയിൽ ലെവലിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് സ്കാനിങ് റെസൊല്യൂഷൻ റീച്ചസ് ദ ആൻസ്ട്രം സ്കെയിൽ. അത്രയും എന്താണ് മൈന്യൂട്ട് ആയിട്ട് 10⁻⁻10 മീറ്റർ താഴെ പോവാനായിട്ട് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്താണ് വെച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രിസൈസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാമ്പിൾ എടുക്കുന്നു, സ്പെസിമനെ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് വെക്കുന്നു, AFMന്റെ സ്റ്റേജിലേക്ക് വെക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേക സാധനം ഉണ്ട് അല്ലെ, ഒരു പാർട്ട് ഉണ്ട്. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് കാന്റിലിവർ. നിങ്ങൾക്കത് അങ്ങനെ വായിക്കാം, കാന്റിലിവർ എന്ന് വായിക്കാം. ഇതൊരു തിൻ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ബീം ആണ്. ഫിഗർ കാണുമ്പോൾ അത് മനസ്സിലാവും. ഒരു ടിപ്പ് ഉണ്ട്, ഒരു മുട്ടുസൂചി പോലത്തെ ഒരു ടിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാന്റിലിവർ, അതിന്റെ ഒരു ടിപ്പ്. ഈ ടിപ്പ് നല്ല ഷാർപ്പാണ്, ഒരു സിംഗിൾ ആറ്റം പോലെ അത്ര ഷാർപ്പാണ്. അപ്പം നന്നായിട്ട് നല്ല ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടാൻ പാകത്തിന് ഷാർപ്പാണ്. ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്. ഇതിനെയാണ് നമ്മൾ കാന്റിലിവർ എന്ന് വിളിക്കുക. ഇതിന്റെ അറ്റത്തുള്ള ടിപ്പ്. ഓക്കെ, ഇത് സാമ്പിളിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു, എന്നുവെച്ചാൽ സാമ്പിളിലേക്ക് വന്ന് ഇരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. So AFM operate by systematically scanning the surface of ഈ പറഞ്ഞ കാന്റിലിവറിന്റെ ടിപ്പ് വെച്ച് നമ്മൾ ലിറ്ററലി സ്പെസിമെന്റെ സർഫസ് സ്കാൻ ചെയ്ത് പോവാണ്. With the tip of cantilever we are scanning the surface of sample to get the topography of the specimen. മനസ്സിലായോ? അപ്പം നമ്മൾ സാമ്പിളിന്റെ സർഫസിലേക്ക് കാന്റിലിവറിന്റെ ടിപ്പ് കൊണ്ടുവന്നു, സ്കാൻ ചെയ്യും. ഇറ്റ് ഇന്ററാക്ട് വിത്ത് സാമ്പിൾ ഫീച്ചർ. റഫ് ഒരു പൊക്കം ഉണ്ടെങ്കിൽ ഇതും പൊങ്ങും. അങ്ങനെ നമുക്ക് ഫിഗർ കാണാം. അല്ലെങ്കിൽ ഇതാ കണ്ടോ, ഈ കാണുന്ന കാന്റിലിവർ ആണ് ആൻഡ് ദിസ് ഇസ് എ സാമ്പിൾ. അപ്പൊ നോക്കി, അവിടെ മൂവ്മെന്റ് ഉണ്ടാവുന്നു ആൻഡ് വി വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. എങ്ങനെയാണ്, എവിടെയാണ് ഡീറ്റെയിൽസ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഇത് മനസ്സിലായോ? സോ കാന്റിലിവർ വിൽ മൂവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അല്ലെങ്കിൽ ആക്ച്വലി നോട്ട് മൂവിങ്, ഇറ്റ് ഈസ് ആക്ച്വലി സ്കാനിങ് അക്രോസ് ദ സാമ്പിൾ ആൻഡ് വി വിൽ ഗെറ്റ് ദ ടോപ്പോഗ്രഫി ഓഫ് ദ സാമ്പിൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. സോ ഇവിടെ there is a laser. നമുക്ക് എന്തായാലും ഒരു ലൈറ്റ് സോഴ്സ് വേണം. ആൻഡ് ഹിയർ there is a laser beam is there. ഇത് കാന്റിലിവർ. കാന്റിലിവറിന്റെ റിയർ സൈഡിലേക്ക്, ബാക്ക് സൈഡിലേക്ക് ലേസർ വന്ന് വീഴും. ഓക്കെ, കാന്റിലിവറിന്റെ ടിപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് ലേസർ വന്ന് വീഴും. ആൻഡ് ഈ ടിപ്പിന്റെ അവിടെ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പം ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ബാക്കിലോട്ട് വരും. അത് മിക്കവാറും ഈ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ യൂഷ്വലി ഗോൾഡ് ഓർ അലൂമിനിയം ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ദർ ഇസ് എ കാന്റിലിവർ, ദർ ഇസ് എ ടിപ്പ്, ആൻഡ് ഓൺ ദ റിയർ സൈഡ് ഓഫ് ദിസ് കാന്റിലിവർ ദർ ഇസ് സം റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് ആർ ദയർ. സോ വെൻ ലൈറ്റ് ഫ്രം ലേസർ എന്താണ് ബൈൻഡ് ഓൺ ടു ദിസ് കാന്റിലിവർ ടിപ്പ് അല്ലെങ്കിൽ ഓൺ ദ റിയർ സൈഡ്, or when the laser reach this back side, what will happen? The light will reflect back onto a detector. It is very important. ഡിറ്റക്ടറിലോട്ടാണ് ഈ ലൈറ്റ് പോകുന്നത്. ദാറ്റ് ബൗൺസ് ബാക്ക് ടു ഡിറ്റക്ടർ. ഓക്കെ, മനസ്സിലായോ? ഒരു ഈ ഫോട്ടോ ഡിറ്റക്ടറിലേക്കാണ് ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അതിന് വേണ്ട ഗോൾഡോ അലൂമിനിയോ നമ്മൾ ആ കാന്റിലിവറിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഡിറ്റക്ടർ സെൻസിറ്റീവ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റും. അപ്പൊ കാന്റിലിവർ എന്ത് ചെയ്യുക? ടിപ്പിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ പൊങ്ങിയ സർഫസ് വരുമ്പോൾ കാന്റിലിവർ പതുക്കെ പൊങ്ങും. സോ ദർ ഇസ് എ മൂവ്മെന്റ് ഇൻ കേസ് ഓഫ് ദ ടിപ്പ്, അല്ലെങ്കിൽ ദർ ഇസ് എ മൂവ്മെന്റ് ഇൻ ദ ടിപ്പ് ഓഫ് കാന്റിലിവർ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഈ ലേസറിന്റെ ഡയറക്ഷനിൽ മാറ്റം വരും. ഇങ്ങോട്ട് വന്ന ഡയറക്ഷനിലല്ല, കാന്റിലിവർ പൊങ്ങുമ്പോൾ ലേസറിന്റെ ഡയറക്ഷനിൽ മാറ്റം വരും അല്ലെ? അപ്പൊ ഡിറ്റക്ടർ ക്യാൻ ഡിറ്റക്ട് ദിസ് ടോപ്പോഗ്രഫിക് ചേഞ്ചസ്. മനസ്സിലായോ? അതായത് നോർമലി ഇരിക്കുമ്പോ, നോർമലി കാന്റിലിവർ അനങ്ങാതിരിക്കുമ്പോ നമ്മൾ റെഫറൻസ് പോയിന്റ് അവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ് വി വിൽ കൺസിഡർ ആസ് റെഫറൻസ്. ലൈറ്റ് വരുന്നു, തിരിച്ചു പോകുന്നു, ഡിറ്റക്ടർ അതൊരു കൺട്രോൾ ആയിട്ട് മാർക്ക് ചെയ്യും. സാമ്പിൾ വഴി കാന്റിലിവർ സ്കാൻ ചെയ്ത് തുടങ്ങുമ്പോൾ ദർ വിൽ ബി ഡിഫ്ലക്ഷൻ, ദർ വിൽ ബി മൂവ്മെന്റ് അല്ലെ? അപ്പം ഈ പാത്തിൽ മാറ്റം ഉണ്ടാവും. ഡിറ്റക്ടർ വിൽ ഡിറ്റക്ട് ദ
ചേഞ്ചസ് ഇൻ റിഫ്ലക്ഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഒറിജിനൽ പാത്തിൽ നിന്നുള്ള വ്യത്യാസം കോൺസ്റ്റന്റ് ആയിട്ട് ഡിറ്റക്ടർ മനസ്സിലാക്കും. ഓക്കെ, സോ ദ റെഫറൻസ് ഓർ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഈസ് സെറ്റ്, ഓൾറെഡി സെറ്റ് ആണ്. ആൻഡ് ദ കാന്റിലിവർ ഈസ് അൺഡിഫ്ലക്റ്റഡ് ഇനിഷ്യലി and the tip is at the specific height above the sample surface. നേരെ ഇങ്ങനെ പൊക്കി വെച്ചേക്കുവാണ്, മൂവ്മെന്റ് ഇല്ല, റെഫറൻസ് സെറ്റ് ചെയ്തു. ആൻഡ് ദ കാന്റിലിവർ ഇന്ററാക്ട് വിത്ത് സാമ്പിൾ. നമ്മൾ സാമ്പിൾ കൊടുത്തു, കാന്റിലിവർ ആയിട്ട് സാമ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, ആൻഡ് ദാറ്റ് കോസ് ഡിഫ്ലക്ഷൻ, അല്ലെ, മൂവ്മെന്റ് വന്നു, ഡിഫ്ലക്ഷൻ വന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ലൈറ്റ് ബീം റിഫ്ലക്റ്റഡ് ഓഫ് ടു ഡിറ്റക്ടർ, ഫോട്ടോ ഡിറ്റക്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡിഫ്ലക്ഷൻ കാരണം, കാന്റിലിവർ കാരണം ആണ് ഈ ഡിഫ്ലക്ഷൻ അവിടെ വ്യത്യാസം വന്നത്. ലേസർ ബീം റിഫ്ലക്ട് ചെയ്തതിൽ വ്യത്യാസം വന്നു, ആ ചേഞ്ചിനെ ഡിറ്റക്ടർ മനസ്സിലാക്കി. ഓക്കെ, എന്നിട്ട് അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റി. then that is sent back to this detector, sorry, കാന്റിലിവർ. ഈ പൊങ്ങാനും താങ്ങാനുള്ള ഇൻഫർമേഷൻ ഇവിടുന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കമ്പയറിംഗ് കണ്ടിന്യൂസ്ലി വിത്ത് റെഫറൻസ്. ഈ ഡിഫ്ലക്ഷന്റെ പാത്ത് ഡിഫറൻസും റെഫറൻസും നമ്മൾ ഡിറ്റക്ടർ കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദേ ആർ സെൻഡിങ് സിഗ്നൽ ടു ദിസ് കാന്റിലിവർ സിസ്റ്റം. അവർ അങ്ങോട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കുകയും കൂടെ ചെയ്യും. സോ അല്ലെ, അപ്പൊ എന്താ സംഭവിക്കും? കാന്റിലിവർ ക്യാൻ അഡ്ജസ്റ്റ് ദ ഹൈറ്റ്, അല്ലെ, സ്കാനിങ്ങിന്റെ ആ ഒരു പൊസിഷനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ യൂസിങ് ദിസ് ഡേറ്റ. അപ്പൊ ഇൻക്രീസ്ഡ് ഡിഫ്ലക്ഷൻ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെ, കാരണം റഫ് ഒക്കെ അല്ലെ, ഈ പറയുന്ന ഹൈറ്റ് ഒക്കെ കൂടുതലാണ്. സോ കാന്റിലിവർ പൊക്കി വെക്കണം. അപ്പം ഇത് എങ്ങനെയാ ചെയ്തെന്ന് വെച്ചാൽ there is a പീസോ ഇലക്ട്രിക് എലമെന്റ്സ് ഈസ് there. അതിനകത്ത് മാറ്റം വരുത്തിയിട്ടാണ് കാന്റിലിവറിന്റെ പൊസിഷൻ മാറ്റുന്ന സാധനമാണ് ഈ പീസോ ഇലക്ട്രിക് എലമെന്റ്സ്. അതിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാന്റിലിവറിനെ എന്ത് ചെയ്യുക, പൊസിഷൻ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ കാണാൻ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് വരുന്നു. കണ്ടോ ഡിഫറൻസ് വരുന്ന കണ്ടോ? പാത്ത് ലെങ്തിൽ ഡിഫറൻസ് വരുന്ന കണ്ടോ? സോ ദിസ് ഈസ് ആക്ച്വലി ഡിറ്റക്ടഡ് ബൈ അവർ ഡിറ്റക്ടർ. ഇതാ എങ്ങനെയാണത് വരുന്നത്? ആക്ച്വലി വെൻ സ്കാനിങ് ആ സാമ്പിൾ സർഫസ് അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ഡിറ്റക്ടഡ് ബൈ ഫോട്ടോ ഡിറ്റക്ടർ. അപ്പൊ ഇതെല്ലാം ഒരു ക്ലോസ്ഡ് കൺട്രോൾ സിസ്റ്റത്തിലാണ്, ലൂപ്പിനകത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, മനസ്സിലാവുമല്ലോ? ബാക്കി നമ്മൾ ഓൾറെഡി മനസ്സിലാവും. ദെൻ ആ ടിപ്പ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അല്ലെ, പൊക്കവും താഴവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഒരു ഫോട്ടോ ഡിറ്റക്ടർ വെച്ചിട്ട് ഇതിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, നമുക്ക് ഈ പറയുന്നതിനെ ആംപ്ലിഫൈ ചെയ്ത് സർക്യൂട്ട്, അല്ലെ, ഹൈ ഗെയിൻ ആംപ്ലിഫയർ സർക്യൂട്ട് അങ്ങോട്ട് റിലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്താ അവിടെ സംഭവിക്കുക? ഈ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തു, സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തു, എന്നിട്ട് നന്നായിട്ട് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ പ്രോസസ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടും. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് അവിടുന്ന് റിസൾട്ട് കിട്ടും. നമുക്ക് അവിടെ 3D പ്രൊഫൈലാണ് കിട്ടുന്നത്, അല്ലെ, എല്ലാ ക്യാരക്ടറും സർഫസ് ക്യാരക്ടറും എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന മെത്തേഡ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്നത് ഒരു ഫുൾ യൂണിറ്റ് ആണ്, AFM-ന്റെ ഒരു ഫുൾ യൂണിറ്റ് ആണ്. കാന്റിലിവർ കാണാം, സാമ്പിൾ കാണാം, കൺട്രോൾ, ആംപ്ലിഫയർ എല്ലാം തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ക്ലാസ് ആണ് ഈ പറയുന്ന AFM. പേരിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.